തമ്മിൽ മാറ്റുരയ്ക്കുന്ന അറിവും വിവേകവും ഒരുപോലെ ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് RG Media 360 presents YXO കേരള. സോ നമ്മുടെ ഈ ഒരു YXO കോമ്പറ്റീഷൻ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ എപ്പിസോഡ് കഴിയുന്നതോറും ഭയങ്കര ത്രസിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വേദിയിലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില റൗണ്ട്സിലൊക്കെ നമ്മുടെ O ടീമായിരിക്കും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നത്, ചിലതിലാകട്ടെ നമ്മുടെ O ടീമിനെ കടത്തി വെട്ടിക്കൊണ്ട് നമ്മുടെ ഇന്നിൻ്റെ ആൾക്കാരായിരിക്കും വിജയിക്കുക. സോ ഒന്നും പറയാൻ പറ്റാത്ത എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു ഗെയിം ഷോ മുന്നേറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ കാത്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആരൊക്കെയാണ് കോമ്പീറ്റ് ചെയ്യാൻ എത്താൻ പോകുന്നത് എന്നറിയാനല്ലേ. ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല. ഇതാ ഇന്ന് ഇവിടെ O ടീമിനെ, ഞങ്ങളുടെ ദി ഓൾഡ് ജനറേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വേദിയിലേക്ക് എത്താൻ പോകുന്നു ദ ടീം O. ദേ കണ്ടില്ലേ, രണ്ട് ചേച്ചിമാരും ഒരു ചേട്ടനുമായിട്ട് ഞങ്ങളുടെ O ടീം ഇന്നിവിടെ റെഡി ആയി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണല്ലേ ചേച്ചി? അതെ, ഓക്കെ. അപ്പോൾ എന്തായാലും O ടീമിൻ്റെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞു. ഇനി എന്തായാലും ഇവരുമായിട്ട് ഇന്ന് മത്സരത്തിൽ ഞങ്ങളുടെ ഈ ഒരു എതിർ ടീമിലെത്താൻ പോകുന്ന കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് ഇൻവൈറ്റ് ചെയ്താലോ സാറേ? നിങ്ങളുടെയൊക്കെ മക്കളും ചെറുമക്കളും ഒക്കെ ആവാം, പ്രായമുള്ള കുട്ടികളൊക്കെ വന്നേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ ഇതാ ഞങ്ങൾക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യാൻ എത്തുന്നു ഞങ്ങളുടെ Y ജനറേഷനിലെ ദ ടീം Y. സോ ഞങ്ങളുടെ രണ്ട് ടീമുകളും എൻ്റെ രണ്ട് സൈഡിലുമായിട്ട് അണിനിരന്ന് കഴിഞ്ഞു. ഇനിയാണ് ഞങ്ങളുടെ മത്സരത്തിലേക്ക് കടക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ഇവരാരൊക്കെയാണെന്ന്, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കണ്ടേ? ഓക്കെ, ചേച്ചിയിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. യെസ്, പറയൂ ചേച്ചി, പേരെന്താണ്, എവിടെ നിന്നാണ്, എല്ലാം പറയും. എൻ്റെ പേര് മാലിനി ജയന്തി. ഞാനൊരു റിട്ടയർഡ് സ്കൂൾ അധ്യാപികയാണ്. ഏതായിരുന്നു വിഷയം? നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസ് ആണ്. എന്താണ് കൂടുതൽ നാച്ചുറൽ സയൻസിൽ പഠിപ്പിക്കുക ടീച്ചറെ? അത് ബയോളജിയാണ്. ഓക്കെ, ഏത് ക്ലാസ് ആയിരുന്നു? ഞാൻ UP സ്കൂളിലായിരുന്നു. UP സ്കൂളിലെ പിള്ളേരെ മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് ടീച്ചറെ? എളുപ്പമാണോ പാടാണോ? LP, HS, UP എങ്ങനെയാണ്? കടുകട്ടിയാണോ? അല്ലല്ല, വളരെ പിള്ളേർ നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. ഓക്കെ, നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എത്ര വർഷം ഉണ്ടായിരുന്നു അധ്യാപന ജീവനം? എത്ര വർഷം? 27 വർഷം. 27 ഇയേഴ്സ് ടീച്ചർ ആയിരുന്നു. അല്ല, വൺസ് എ ടീച്ചർ ഓൾവേസ് എ ടീച്ചർ എന്നാണ്. മരണം വരെ ടീച്ചറാണ് നമ്മളൊക്കെ. എൻ്റെ അമ്മയൊക്കെ ടീച്ചറാണ്. അപ്പോൾ ഇപ്പോഴും എനിക്കറിയാം സ്റ്റുഡൻസ് ഒക്കെ കാണുമ്പോൾ ടീച്ചറേ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്ന ഒരു ഫീൽ ഉണ്ട്. ഓക്കെ, അടിപൊളി. വീട്ടിലാരൊക്കെയാണ് ഉള്ളത് ടീച്ചറിൻ്റെ? വീട്ടിൽ ഞാനും, എനിക്ക് 2 ആൺമക്കളാണ്. ഹസ്ബൻഡ് മരിച്ചുപോയി. ഓക്കെ, പിന്നെ അമ്മയുണ്ട്. അമ്മയും ടീച്ചറായിരുന്നു. മക്കൾ എന്ത് ചെയ്യുന്നു? ആൺമക്കള്? മൂത്തയാള് എഞ്ചിനീയറാണ്. ഗൾഫിലാണ്. ഫാമിലിയായി. രണ്ടാമത്തെ മോൻ മ്യൂസിഷ്യനാണ്. മ്യൂസിക് ഡയറക്ടറാണ്. ബാംഗ്ലൂരിൽ തെലുഗു കന്നഡ ഫിലിമില് മ്യൂസിക് ഡയറക്ടർ. കന്നഡ ഫിലിമിലേക്ക് മ്യൂസിക് ഡയറക്ടറിന്റെ അമ്മയാണ് ഈ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ ടീച്ചർ എന്താണ് പാസ്റ്റ് ടൈം ഹോബീസ് എന്തെങ്കിലും ഉണ്ടോ? വെറുതെ ഒക്കെ വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടാറുണ്ടോ? ആക്ടിവിറ്റീസ് പിന്നെ ഞങ്ങളുടെ ചർച്ച് ആക്ടിവിറ്റീസ്, സ്ക്വയർ, അങ്ങനെയുള്ള സ്ക്വയറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അങ്ങ് പോവാണ്. അതിലുള്ള കാര്യങ്ങളുമായിട്ട് പോകുന്നു. ഓക്കെ, ഇനി സാറിലേക്ക് വരുമ്പോൾ. എൻ്റെ പേര് ഡോക്ടർ K. ലൈലാസ് എന്നാണ്. ഞാൻ പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് സാർ. ഓക്കെ, ഇന്നെല്ലാം ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഗ്രൂപ്പാണ് നമ്മൾ കാണുന്നത്. 3 പേരും ഇന്ന് പങ്കെടുക്കുന്ന 3 പേരും ടീച്ചിങ് മേഖലയിൽ നിന്നുള്ളവരാണ്. ആണല്ലേ? ഞാൻ താമസിക്കുന്നത് ഉള്ളൂരാണ്. കൊച്ചുള്ളൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്താണ്. അല്ല, സാറിന്റെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് നമ്മുടെ YXOയിൽ പങ്കെടുത്ത് ഒരുപാട് പ്രൈസസ് ഒക്കെ മേടിച്ചുകൊണ്ട് പോയി. സാർ ഡോക്ടറേറ്റ് ആണെന്ന് മനസ്സിലായി. ഏത് വിഷയത്തിലാണ്? എക്കണോമിക്സിലാണോ? പക്ഷേ ഇപ്പം പ്രിൻസിപ്പളായപ്പം ടീച്ചിങ് പോസ്റ്റ് അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആണ്. എന്നാലും എക്കണോമിക്സ് കടുകട്ടിയാണ്. സാർ എന്തുകൊണ്ടാണ് എക്കണോമിക്സ് തന്നെ തിരഞ്ഞെടുത്തത്? എക്കണോമിക്സിനോടൊരു താല്പര്യം ആദ്യകാലത്ത് വലിയ താല്പര്യം കൊണ്ട് എടുത്തതല്ല. ഞാൻ നങ്ങേറുളങ്ങര TK മാധവ മെമ്മോറിയൽ കോളേജ്, ആലപ്പുഴ ജില്ലയിലെ അരിപ്പാടിനടുത്തുള്ളൊരു കോളേജായിരുന്നു. അവിടെ ശരിക്കും ഡിഗ്രിക്ക് ഹിസ്റ്ററിയും എക്കണോമിക്സും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഇങ്ങനെ എക്കണോമിക്സ് കിട്ടി, അങ്ങനെ എടുത്തു. പക്ഷേ പിന്നീട് പഠിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി. അതുകൊണ്ടാണ് ഞാൻ MPhilം PhD എടുത്തിട്ടാണ് ഹയർ സെക്കൻഡറി കയറുന്നത്. 99 ഹയർ സെക്കൻഡറി അധ്യാപനമായിട്ട് കയറുന്നത്. അപ്പോൾ അന്ന് കോളേജിലൊക്കെ പ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പോൾ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി എടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുവരികയും കോളേജിലെ അധ്യാപകരാകാനുള്ള എക്സസ് ആവുകയും
കോളേജിൽ നിന്ന് അധ്യാപകർ ഹയർ സെക്കൻഡറിയിലേക്ക് വരികയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു 10 വർഷക്കാലം നിയമന നിരോധനം ഉണ്ടായിരുന്നു കോളേജുകളിൽ. അപ്പോൾ ഞാൻ ഹയർ സെക്കൻഡറിയിൽ എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ആണ് പിന്നെ 2005 ഗവൺമെൻറ്റിൽ വരുന്നത്. ഓക്കെ. ഒരു 10-14 വർഷം അധ്യാപകനായിട്ടിരുന്നതിന് ശേഷമാണ് പിന്നീട് പ്രിൻസിപ്പളായിട്ട് പോകുന്നത്. ചേർത്തല 2 വർഷം പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം പട്ടം ഗേൾസിൽ വന്നു. അപ്പോൾ വൈഫ് ഇവിടെ വിമൻസ് കോളേജിലെ ഫിസിക്സിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഒരു മോനുണ്ട്, അവൻ MTech കഴിഞ്ഞു. CET എന്നാണ് MTech കഴിഞ്ഞു, ഫിനാൻസ് ആയിരുന്നു. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ PO ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി മാമിലേക്ക് വരുമ്പോൾ. എൻ്റെ പേര് ജീജ റാണി. ഞാൻ വീട്ടമ്മയാണ്. അതിനുപരി ഞാൻ ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. ക്രാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ക്രാഫ്റ്റ് വർക്കിന്റെ കാര്യങ്ങൾ എല്ലാം ഏകദേശം എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ ക്രാഫ്റ്റിൽ ചെയ്യുന്നത് എന്ത് രൂപമാണ്? വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട്. വേസ്റ്റിൽ നിന്നാണ് എടുത്ത് ചെയ്യുന്നത്. ഓക്കെ. വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാറുണ്ട്? പ്ലാസ്റ്റിക് ബോട്ടിൽ വരുന്നുണ്ട്, പേസ്റ്റ് ബോർഡ് വരുന്നുണ്ട്, പിന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ വരുന്നുണ്ട്, അങ്ങനെ ബോട്ടിലുകൾ എല്ലാം വരുന്നുണ്ട്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്, ആമക്കളാണ്. സുഖമായിട്ട് പോകുന്നു കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ O ടീമിനെ നമ്മളിവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ Y ടീമിൽ വരുമ്പോൾ എന്താണ് ഈ സ്മാർട്ട് ബോയുടെ പേരെന്താണ്? എൻ്റെ പേര് ആഗ്നേസസ്. ഞാൻ ശ്രീ വിവേകാനന്ദ സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ ഒരു 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഓക്കെ. ടെൻഷൻ ഉണ്ടോ നിനക്ക് എന്നെ കണ്ടിട്ട്? ചെറിയ രീതിയിൽ ഞാൻ പ്രശ്നക്കാരിയാണെന്ന് തോന്നുന്നുണ്ടോ മോന്? ഇല്ല, പ്രശ്നം നമുക്ക് ടെൻഷനേ വേണ്ട. ഇവിടെ പ്രിൻസിപ്പളാണ്, ഡോക്ടറേറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുങ്ങളൊന്ന് ഭയന്നു. ഇപ്പൊ വീട്ടിലായിരിക്കും ഉള്ളത് മോൻ്റെ? എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, എൻ്റെ അനിയത്തിയും ഞാനും ഉണ്ട്. അനിയത്തിയുടെ പേരെങ്ങനെയാ? അങ്കിത. എങ്ങനത്തെ ആളാണ് അങ്കിത? അതേ ഇരിക്കുന്നതാണോ അങ്കിത? മിടുക്കിയാണോ അതോ ഇച്ചിരി കുറുമ്പൊക്കെ ഉള്ളതാണോ? ചേട്ടനുമായിട്ട് വഴക്കിടുന്ന ആളാണോ? വഴക്കിടും. ഇനി അടുത്ത ആളിലേക്ക് വരുമ്പോൾ. എൻ്റെ പേര് സോജിൻ. ഞാൻ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിക്കുന്നത് ശ്രീ വിവേകാനന്ദ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ. നിങ്ങൾ എങ്ങനെ ഇത് കൃത്യം ഒരു താളത്തിൽ റിതമയ്ക്കായിട്ട് ഇത് പഠിച്ചുകൊണ്ട് വന്നേക്കുന്നത്? ഞാൻ പഠിക്കുന്നത് 7ാം തരത്തിലാണ്, എൻ്റെ പേര് ഇന്നതാണ്. അതെങ്ങനെ നിങ്ങൾ പ്രാക്ടീസ്ഡ് ആണോ? പുറത്തുനിന്ന് പ്രാക്ടീസ് അല്ല. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സ് അല്ല. എന്നിട്ട് പോയോ? അറിയോ ആളെ? അറിയോ? അറിയാം. ആ, എങ്ങനെയുണ്ട് ആളെങ്ങനെയുണ്ട് ക്ലാസ്സിലൊക്കെ, സ്കൂളില്? നല്ല പയ്യനാണോ? ഓക്കെ. എന്നാലും ഒരു 10ൽ എത്ര മാർക്ക് കൊടുക്കും ഇവന് സ്വഭാവത്തില്? ഒരു 8. 8 കൊടുക്കാം. 2 മാർക്ക് എവിടെ പോയി? അത് ചില സമയം ഇവൻ പോരാത്ര. അതാണോ 2 മാർക്ക് കുറച്ച് കളഞ്ഞേ? എന്നാലും 2 മാർക്ക് എന്താ കൊടുക്കാതിരുന്ന? എന്താ അളിയന്? ചില സമയത്താണ് കോൺഫിഡൻസ് ഇല്ല. അതാണ്, നല്ല കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. തിരിച്ചെത്ര മാർക്ക് കൊടുക്കും? നിനക്ക് 8 തന്നിട്ടുണ്ട് അവൻ, നീ എത്ര കൊടുക്കും അവന്? 10ല് 9 കൊടുക്കും. 9 കൊടുക്കും. 1 പോയിന്റ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് എന്തായാലും. മറ്റേ 1 മാർക്ക് എവിടെ പോയി? നമുക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ വേണ്ടെന്ന് പറയും. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ വേണ്ടാന്ന് പറയും. നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഫ്രണ്ട്സ് തന്നെയാണോ? ആണ്. എന്തോ ഒരു ശത്രുത ഉള്ള പോലെ തോന്നുന്നു എനിക്ക്. അതേ ഉള്ളൂ, കുഴപ്പമില്ല. ഇനി അടുത്ത ആളിലേക്ക് വരുമ്പോൾ. ഞാൻ വൈഗ RS, ശ്രീ വിവേകാനന്ദ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ, മുത്തശ്ശൻ, മുത്തശ്ശി, ഞാനുമാണ്. എൻ്റെ ഹോബീസ് റീഡിങ്, സൈക്ലിംഗ് ഒക്കെയാണ്. ആരാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അത് പറഞ്ഞില്ലല്ലോ ചേച്ചിയോട്. പോലീസ് ഓഫീസർ. ധൈര്യത്തിൽ പറഞ്ഞേ. ഇത് കള്ളന്മാരെ നമുക്ക് ഇടിക്കണ്ടേ, പിടിക്കണ്ടേ? പോലീസ് ഓഫീസർ. അടുത്ത ആൾക്കോ? എനിക്ക് ഫുട്ബോൾ പ്ലെയർ. ഫുട്ബോൾ ഇഷ്ട ദൈവം ആരാണ്? റൊണാൾഡോ. ഓക്കെ. ക്രിസ്ത്യാനോ റൊണാൾഡോ. മോളെ, ഈ 2 പയ്യന്മാരുടെ കൂടെയാണ് ഇന്ന് ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു? വിജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? വലിയ പ്രതീക്ഷയൊന്നും ഇല്ല നമ്മളെ കണ്ടിട്ടൊന്നൊക്കെ. മോളങ്ങ് സത്യസന്ധമായി പറഞ്ഞു, കുറച്ചൊക്കെ. ഇതിൽ ആരാണ് കൂടുതൽ പ്രശ്നക്കാരൻ? ആരാണ്? അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് 2 പേർക്കും ഒരു ഗേൾ എന്ന നിലയിൽ എത്ര മാർക്ക് കൊടുക്കും? അവൻ എത്ര കൊടുക്കും 10ല്? 8 തന്നെ. അവന് മൊത്തത്തിൽ 8 തന്നെ. 8ന്റെ തട്ടും മുട്ടുമാണ് അവന്. ഓക്കെ. ഇവന് അളിയൻ എത്ര കൊടുക്കും? 8. 2 8. ഓക്കെ. അപ്പൊ ഈ ഗെയിം ഇൻ കേസ് ഇത് ജയിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ ജയിച്ചാ ആഘോഷിക്കും. ജയിച്ചില്ലെങ്കിൽ വീട്ടിൽ പോകും. തമ്മിത്തല്ലൊന്നും ആവരുത്. ഓക്കെ. ഇതിൽ ഏറ്റവും കൂടുതൽ പേടി തോന്നുന്ന ഒരു മുഖം ആരുടെയാണ്? പ്രിൻസിപ്പൽ സാറിന്റെ മുഖമാണ്. കാരണം നമ്മുടെയൊക്കെ പ്രിൻസിനെ നമ്മൾ ഓർത്തുപോയി. മോൾക്കോ? പ്രിൻസിപ്പളിനെ തന്നെയാണ്. മോനോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വേറെ ഒരു ആൻസർ ഉണ്ടോ ചേച്ചിക്ക്?
ടീച്ചറിന്. ടീച്ചറിനെയാണ് ഭയക്കുന്നത്. അയ്യോ, ടീച്ചർ ഫുള്ള് പല്ലും കാണിച്ച് ചിരിച്ചോണ്ടിരിക്കുക, എന്നിട്ട് വലിയ ഭയമാണോ തോന്നുന്നേ? അച്ചോടാ, എന്തായാലും കുഴപ്പമില്ല, ടെൻഷനൊന്നും ഇല്ലല്ലോ, കൂളായിട്ട് നിന്ന് കൈ കടിച്ചിരുന്നേ. ഓക്കെ, അടിപൊളി. അപ്പോൾ എന്താണെങ്കിലും ബാക്കിയുള്ളവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ നമ്മൾ പോകുന്നു ഞങ്ങളുടെ ആദ്യ റൗണ്ടിലേക്ക്, GK റൗണ്ട്. ദുബായ് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിങ്ങളുടെ സ്വപ്ന നിക്ഷേപ സാക്ഷാത്കാരത്തിന് RG ഗ്രൂപ്പിനെ സമീപിക്കൂ. GK റൗണ്ടിൽ അറിയാലോ, എൻ്റെ കയ്യിൽ സാറേ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇംഗ്ലീഷിൽ ചോദിക്കും, മലയാളത്തിലും ചോദിക്കും. മലയാളം ചോദ്യത്തിന് ശേഷം മാത്രമേ നിങ്ങൾ ബസർ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ബസർ ആദ്യം പ്രസ് ചെയ്യുന്ന ടീമിനായിരിക്കും ഉത്തരം പറയാനായിട്ടുള്ള ചാൻസ്. ഓരോ ശരിയുത്തവും ക്യാരി ചെയ്യുന്നത് 2 പോയിൻറ്റ്സ് ആണ്. അപ്പം ബസറിൻ്റെ പുറത്ത് ഇങ്ങനെ പ്രസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് കൈവച്ച് നിൽക്കുക. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് യു പ്രസ് ദ ബസർ സൂൺ ആഫ്റ്റർ മൈ മലയാളം വേർഷൻ. ഓക്കെ, മലയാളത്തിന് ശേഷം മാത്രം. ഓക്കെ, ആദ്യത്തെ ചോദ്യം. Which country won the FIFA Women's World Cup in 2023? 2023 ഫിഫ വനിതാ ലോകകപ്പ് നേടിയ രാജ്യം. The white team പ്രസ് ചെയ്തിരിക്കുകയാണ്. സ്പെയിൻ. സാറേ എന്നാ തോന്നുന്നു? സ്പെയിനാണ്. സ്പെയിൻ കറക്റ്റ് ആൻസർ ആണ്, സ്പെയിൻ ആണ്. എങ്ങനെ അറിയാം? വായിച്ചറിയോ അതോ കണ്ടിരുന്നോ? എവിടെയോ കേട്ട് ഒരു മറന്ന പോലെ. എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു എന്നൊരിത്. മോൻ എന്തായാലും കറക്റ്റ് ആൻസർ അവർ പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സാറേ, കറക്റ്റ് നമ്മൾ പ്രസ് ചെയ്യാൻ, സാറിന് എല്ലാം അറിയുന്നവരാണ്, പക്ഷേ പ്രസ് ചെയ്യാൻ ടൈമിങ്ങിലാണ് ദിസ് മാറ്റേഴ്സ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം. ഹു വാസ് ദി ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു വിൻ ആൻ ഒളിമ്പിക് സിൽവർ മെഡൽ? ഒളിമ്പിക് വെള്ളി മെഡൽ നേടിയ ആദ്യ വനിത ആരാണ്? ദി O ടീമാണ് PV സിന്ധു. PV സിന്ധു, ശരി ഉത്തരം. ഇങ്ങനെ 2 ടീംസും വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം. വിച്ച് ബോളിവുഡ് ആക്ടർ ഇസ് നോൺ ആസ് ബിഗ് ബി? ഏത് ബോളിവുഡ് നടനെയാണ് ബിഗ് ബി എന്ന് വിളിക്കുന്നത്? ദ ടീം O ആണ് അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ, ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് WWW? WWWന്റെ പൂർണ്ണ രൂപം എന്താണ്? ദി O ടീമാണ് സാറേ. വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ്, ശരി ഉത്തരം. അറിയായിരുന്നോ മക്കൾക്ക്? അറിയായിരുന്നു. www.com എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, അറിയായിരുന്നു. ഗൂഗിളൊക്കെ ചെയ്യാറുണ്ടോ? ഏറ്റവും ലാസ്റ്റായിട്ട് ഗൂഗിൾ ചെയ്തത് എന്താണ്? ആരെയാണ്? നോർത്തെടുക്കാൻ പറ്റുമോ നോക്കിയേ. ഇന്നോ ഇന്നലെയോ മെലഞ്ഞാന്നോ? ക്വസ്റ്റ്യൻസ് ആണ്, GK ക്വസ്റ്റ്യൻസ്. മോനോ ആരെയെങ്കിലുമൊക്കെ ഗൂഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? മറ്റേ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ജപ്പാൻ. ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ജപ്പാൻ. ജപ്പാൻ, അത് കൊള്ളാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ജപ്പാൻ മോളോ ഏതെങ്കിലും സിനിമാ നടിയൊക്കെ ഗൂഗിൾ ചെയ്തായിട്ട് ഓർക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. GK questions. ഓ, എല്ലാവരും GK പഠിക്കുന്ന മിടുക്കികളാ. അതിനെ പോലെയുള്ള ആരുമില്ല. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. ഓക്കെ, റെഡി. ഇൻ വിച്ച് ഇന്ത്യൻ സിറ്റി വുഡ് യു ഫൈൻഡ് ദ ഹിസ്റ്റോറിക് ചാർമിനാർ? ചരിത്ര പ്രസിദ്ധമായ ചാർമിനാർ ഏത് ഇന്ത്യൻ നഗരത്തിലാണ് നിങ്ങൾ കാണുന്നത്? ദി വൈറ്റ് ടീമാണ് ബസർ അടിച്ചിരിക്കുന്നത്. ആൻസർ ഹൈദരാബാദ്. ഹൈദരാബാദിൽ പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല. പിന്നെ എങ്ങനെ അറിയാം ചാർമിനാർ ഹൈദരാബാദിലാണെന്ന്? ബുക്ക് വായിച്ചിട്ടുണ്ട്. മോൻ എങ്ങനെ അറിയാം ചാർമിനാർ ഹൈദരാബാദിൽ തന്നെയാണെന്ന്? അത് ഞാനും അവിടെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഹൈദരാബാദ് എന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പോകുന്നു. റെഡി? അപ്പൊ ബസ്സിന്റെ ഫ്രണ്ടിൽ കൈയൊക്കെ വെച്ച് നിൽക്കാം. ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ റിപ്പീറ്റ് ചെയ്യും. വാട്ട് ഇസ് ദ കറൻസി ഓഫ് യുണൈറ്റഡ് കിങ്ഡം? യുണൈറ്റഡ് കിങ്ഡത്തിന്റെ കറൻസി എന്താണ്? വൈറ്റ് ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. എന്താണ്? പൗണ്ട് സ്റ്റെർലിംഗ്. പൗണ്ട് സ്റ്റെർലിംഗ്, ശരി ഉത്തരം. എനിക്കൊന്ന് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? പഠിക്കാനുണ്ടായി. ടീച്ചേഴ്സിനൊക്കെ അറിയുന്നതായിരുന്നു, പക്ഷേ ടൈമിങ്ങിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി. പക്ഷേ കുഴപ്പമില്ല. ഓക്കെ സാർ, കൈ അതിൽ തന്നെ വെച്ചോളൂ സാറേ. നമ്മൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒട്ടനെ സാർ ഒന്ന് പ്രസ് ചെയ്ത് തന്നാൽ മതി. ഓക്കെ, അടുത്ത ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഹൂ ഈസ് ദ കറന്റ് CM ഓഫ് കേരള? കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? O ടീം. പിണറായി വിജയൻ.
പിണറായി വിജയൻ. ശരി ഉത്തരം. അറിയായിരുന്നു അല്ലേ? CM അറിയായിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ ഭരിക്കുന്ന CM. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ചെറിയൊരു ടൈമിങ്ങിൽ വന്നൊരു പെശക് മാത്രമാണ്. ദേ നോ ദി ആൻസർ. അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വിച്ച് ഇന്ത്യൻ ക്രിക്കറ്റർ ഹോൾഡ്സ് എ റെക്കോർഡ് ഫോർ ദ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഇൻ ODI ക്രിക്കറ്റ്? ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡിന് ഉടമയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ദി O ടീമാണ് ബസർ പ്രസ് ചെയ്തത്. വിരാട് കോഹ്ലി. എന്ത് തോന്നുന്നു? സച്ചിൻ ടെണ്ടുൽക്കർ ആണോ വിരാട് കോഹ്ലി ആണോ? വിരാട് കോഹ്ലി കറക്റ്റ് ആൻസർ. സ്പോർട്സ് കാണാറുണ്ട്, ഫുട്ബോളർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ക്രിക്കറ്റിൽ ആരെയാണ് ഇപ്പൊ ഇഷ്ടം? രോഹിത് ശർമ്മ. ഇവിടെയോ മോനോ? ധോണിയാണ് ഇപ്പോഴും ഫേവറേറ്റ്. മോൾക്കോ ക്രിക്കറ്റ് കാണുന്ന ആളാണോ? അല്ല അല്ല അല്ല, അതെനിക്ക് മനസ്സിലാവും, കാരണം ഞാൻ അത്ര വാച്ച് ചെയ്യുന്ന ആളല്ല. പക്ഷേ രോഹിത് ശർമ്മേനെയൊക്കെ അറിയാം, വിരാട് കോഹ്ലിനെയൊക്കെ അറിയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. 9th question. Who directed the famous മലയാളം മൂവി ദൃശ്യം? ദൃശ്യം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? O ടീം. ജിത്തു ജോസഫ്. ശരി ഉത്തരം. അറിയായിരുന്നോ ദൃശ്യത്തിന്റെ 2 പാർട്ടും കണ്ടിട്ടുണ്ടോ? ദൃശ്യം കണ്ടിട്ടുണ്ട്. ഇഷ്ടമാണോ ദൃശ്യം സിനിമ? ഇഷ്ടമല്ലേ? അല്ല. എന്താ ദൃശ്യ സിനിമ ഇഷ്ടമാവാത്തെ? ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് ഒരാൾ ദൃശ്യ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. എന്താ കാര്യം എന്ന് എനിക്ക് പറഞ്ഞേ. ദൃശ്യ സിനിമ എന്തുകൊണ്ട് ഇഷ്ടമായില്ല? ധൈര്യമായിട്ട് പറഞ്ഞോ, ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാനില്ല നമുക്ക്. അത് ഒരു പയ്യനെ കുഴിച്ചിട്ടുണ്ടോ? ആഹാ, പയ്യൻ അലമ്പ് കാണിച്ചോണ്ടല്ലേ കുഴിച്ചിട്ടത്? പെൺകുട്ടിയായിരുന്നെങ്കിൽ നമ്മൾ സഹിക്കുമായിരുന്നോ? പെൺകുട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ വിട്ടുകൊടുത്തനെ. ഇത് പയ്യനെ കുഴിച്ചിട്ടുകൊണ്ട് അവന് ഇഷ്ടമായില്ല. പയ്യനെ കുഴിച്ചിടുക മാത്രമല്ല, ലാലേട്ടൻ 2ാമത്തേൽ എൻ്റെ ഫോസിൽ വരെ എടുത്ത് കത്തിച്ച് കളഞ്ഞു, ആസിഡ് ഒഴിച്ച്. അതിനോടോ അപ്പോൾ ക്രൂരമായി പോയോ ഇച്ചിരി? അത്രയും ചെയ്യാൻ പാടില്ലായിരുന്നു. ആ പയ്യൻ എന്ത് ചെയ്യാമായിരുന്നു? പിന്നെ വരുൺ എന്ത് ചെയ്യായിരുന്നു? അതറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സിനിമ മൊത്തത്തിൽ. ഓക്കെ, വേറെ ഇതുപോലത്തെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും സിനിമയുണ്ടോ കണ്ടിട്ട്? ഉണ്ട്. ഏതാണ്? പണ്ടത്തെ സിനിമയൊന്നും ഇഷ്ടമല്ല. അതന്നെ, ഭാവിയിലെ യൂട്യൂബ് റിവ്യൂവറാണ് ഇരിക്കുന്നത്. ആരുടെയൊക്കെ അടി കിട്ടും എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയേ മനസ്സിലാവും. ഓക്കെ, വേറെ പണ്ടത്തെ സിനിമ എന്ന് പറയുമ്പോൾ ആരുടെയൊക്കെ സിനിമകളാണ്? ഏത് കാലഘട്ടത്തിലെ സിനിമയാണ് മോൻ ഉദ്ദേശിക്കുന്നത്? 90s. ഓ, 90s സിനിമകൾ ഏതെങ്കിലും അതാണ് നീ കണ്ടിട്ട് നിനക്ക് എന്നെ എണീറ്റ് പോകാൻ തോന്നിയ ഒരു സിനിമ ഒന്ന് ഓർത്ത് നോക്കിയേ, കണ്ടതിൽ ഈ ഇടയ്ക്ക് വല്ലതും? ന്യൂ സിനിമ അല്ല, പഴയ സിനിമകളിൽ ഇഷ്ടപ്പെടാത്തത് നിനക്ക് കണ്ടിട്ട് ഈ 90s ഒരു പടം ഒട്ടും കൊള്ളില്ല അല്ലേ? നീ ഏതെങ്കിലും ഒരു ഇത് പറഞ്ഞാലും മതി. പേരറിഞ്ഞൂടാ. പുതിയ സിനിമകളിൽ കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെടാത്തൊരു പടം പറഞ്ഞേ. ദൃശ്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു മോന്. പുതിയ സിനിമയിൽ എന്നെ ഇഷ്ടപ്പെടാത്തത് മഞ്ഞുമൽ ബോയ്സ്. കോടികൾ വാഴിക്കൂട്ടിയ മഞ്ഞുമൽ ബോയ്സ്. ഏതൊക്കെ കാൻ ഫെസ്റ്റിവലിലൊക്കെ പോകുന്ന സിനിമയായി മഞ്ഞുമൽ ബോയ്സ്. ഇവൻ റിവ്യൂർ തന്നെ ഉറപ്പിച്ചു, വേറെ ഒന്നും നോക്കണ്ട. എന്തായിരുന്നു നിന്റെ ആഗ്രഹം? സിഇഒയോ? എന്തായിരുന്നു നിന്റെ പോലീസ് ഓഫീസർ. പോലീസിനെ ഇടി കിട്ടാതെ നീ നോക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയാൽ മഞ്ഞുമൽ ബോയ്സിന്റെ ആൾക്കാർ. അല്ല, എന്താ മഞ്ഞുമൽ ബോയ്സ് എന്താ നിനക്ക് ഇഷ്ടപ്പെടാതെ എന്താ തോന്നി? അതിൽ കാരണം എന്തായിരുന്നു? കുഞ്ഞു പേടിച്ചു പോയി, അതുകൊണ്ട് അവനത് ഇഷ്ടപ്പെട്ടില്ല. ദൃശ്യത്തിൽ പയ്യനെയാണ് കുഴിച്ചു മൂടുന്നത്, അതുകൊണ്ട് അവൻ ഇഷ്ടമില്ല. എനിക്കൊന്ന് പയ്യന്മാർ ആപത്തിപ്പെടുന്ന പടങ്ങളൊന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അതിൻ്റെ ബേസ് എന്ന് തോന്നുന്നു. അതാണോ നിന്റെ പ്രശ്നം? നിന്നെ തന്നെ അങ്ങ് റിലേറ്റ് ചെയ്യുന്നുണ്ടോ? കുഴിയിൽ വീണു മറ്റേത്, അതൊക്കെയാണോ പ്രശ്നം? പെൺകുട്ടികൾക്ക് ടോർച്ചറിങ് ഒന്നും ഇല്ലല്ലോ, പയ്യന്മാർക്കാണല്ലോ എന്നെല്ലാം. അതിൻ്റെ ഒരു വിഷമം ഉണ്ടോ മോനെ? ഇല്ല, വിഷമമൊന്നുമില്ല. മഞ്ഞുമൽ ബോയ്സിൽ അപ്പോൾ അതുകൊണ്ടാണ്, പേടിച്ചു പോയതുകൊണ്ടാണ്. അല്ല, സിനിമ വല്ല കുറ്റമൊന്നും പറയാനില്ല. നല്ലൊരു 2 കുറ്റം പറഞ്ഞേരെ. ഇല്ല, സിനിമ കൊള്ളാം, പക്ഷെ പേടിച്ചു പോയി, അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്നും പറയാനില്ല ചേച്ചി. വലുതാകുമ്പോൾ റിവ്യൂറായിട്ട് നമുക്ക് കാണാം. ഓക്കെ, റെഡി. അപ്പോൾ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുള്ളൂ. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. വാട്ട് ഇസ് എ ഫുൾ ഫോം ഓഫ് നാസ? നാസയുടെ പൂർണ്ണ രൂപം എന്താണ്? ദ വൈറ്റ് ടീം. നാസയുടെ പൂർണ്ണ രൂപം? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ.
കറക്റ്റ് ആൻസർ ആണ്. നാസയുടെ പൂർണ്ണരൂപം നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാസ എവിടെയാണെന്ന് അറിയോ? USA. USA. കറക്റ്റ്. അടിപൊളി. നാസ USA-യിലാണെന്ന് വരെ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണേലും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ 10 ക്വസ്റ്റ്യൻസും കഴിയുമ്പോൾ നമുക്ക് റൗണ്ട് നിലയും കൂടെ ഒന്ന് നോക്കാം. സോ ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ട് ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളുടെ യങ് ജനറേഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് 8 പോയിൻ്റാണ്. അപ്പോൾ ഇനി നമ്മുടെ ടീം എത്ര പോയിന്റ്സ് നേടിയെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഒരുപാട് വർഷത്തെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കൂടിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ഒരുപാട് ജനറേഷൻസിനെ ഇങ്ങനെ കൈമാറി പഠിപ്പിച്ചിട്ടുണ്ട്, അവരുമായിട്ട് ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മറക്കാനാകാത്ത ഒരു ഇൻസിഡൻറ്റ് ഉണ്ടോ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ? ക്ലാസ്സിലൊക്കെ പിന്നെ ഒറ്റപ്പെട്ടവർക്ക് ഈ എന്താ പറയുന്നത്, വീട്ടിലൊരു സ്നേഹം കിട്ടാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഈ ക്ലാസ്സിൽ എപ്പോഴും ഒരു ബഹളക്കാരായിരിക്കും, മറ്റുള്ള കുട്ടികളെ പഠിക്കാൻ സമ്മതിക്കാതെ അവരും. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കുറച്ചുകൂടെ അവരോട് കൂടുതൽ ചേർത്ത് പിടിക്കും. അപ്പോൾ അവർക്ക് പിന്നെ എപ്പോഴും പിന്നെ ഭയങ്കര സ്നേഹമാണ്. അവരെന്നും ക്ലാസ്സിൽ വരണം, ടീച്ചറിനെ കാണാനായിട്ട് അങ്ങനെ ഒരു ഒരു റാപ്പോർട്ട് ബന്ധം സ്ഥാപിച്ചു. ടീച്ചർ എന്ന് പറയുന്ന അമ്മയുടെ രൂപത്തിലേക്ക്. അതെ. അവസാനം ഈ പിള്ളേർ പിരിഞ്ഞു പോകുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ടീച്ചർ എനിക്കൊരു അമ്മയെ പോലെ ആയിരുന്നു എന്ന്. അപ്പം പിന്നെ ആ കുട്ടിയുടെ ഇതുപോലെ പിന്നെ നമ്മൾ കൂടുതൽ വരുമ്പം ശരിക്കും പറഞ്ഞാൽ ബ്രോക്കൺ ഫാമിലിയാണ്. പിന്നെ അവസാനമായപ്പോൾ അമ്മയും മരിച്ചു. അങ്ങനെ ആ കുട്ടി അപ്പോൾ അങ്ങനെയുള്ള ആ പിള്ളേരുടെയൊക്കെ അപ്പോൾ അവരെ നമ്മൾ ചേർത്ത് പിടിച്ചപ്പോൾ അവർക്ക് ആ സ്നേഹം കൊടുത്തപ്പം പിന്നെ അവർക്ക് പഠിക്കണമെന്ന് തോന്നി. പിന്നെ അവർ ആ ക്ലാസ്സിലുള്ള അവരുടെ ആ അന്തരീക്ഷമൊക്കെ മാറി. അപ്പോൾ ക്ലാസ്സിൽ എന്നെ ശ്രദ്ധിക്കാൻ ആളുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ വന്നപ്പം അവർക്ക് ആ പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായി. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ടീച്ചറിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു. ഇനി ഇവരുടെ പോയിന്റ്സും കൂടി ഞാൻ പറയാൻ പോവാണ്. ടീം സ്വന്തമാക്കിയിരിക്കുന്നത് 12 പോയിൻ്റാണ്. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എൻ്റെ 2 ടീംസിനും ഉണ്ടായിരുന്നു. 12 പോയിന്റും 8 പോയിന്റുമായിട്ട് അവരിതാ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. RG Media 360 പ്രസൻറ്റിംഗ് YXO കേരളയുടെ 2ാമത്തെ റൗണ്ടിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. ആൻഡ് ദ സെക്കൻഡ് റൗണ്ട് ഇസ് ഗെയിം റൗണ്ട്. നിങ്ങളുടെ നിക്ഷേപത്തെ ഞങ്ങൾ വിലമതിക്കുന്നു. RG ഗ്രൂപ്പ്. സോ ഗെയിം റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പോയിന്റ് നിലയിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് താഴെ നിൽക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ കയറി വരാൻ ടെൻഡൻസി കാണിക്കുന്ന ഒരു റൗണ്ട് കൂടിയാണ് നമ്മുടെ ഗെയിം റൗണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാറേ 5 പോയിന്റ്സ് ആണ് ഗെയിം റൗണ്ടിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ട് നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് മുകളിൽ വരാനായിട്ടുള്ള നിങ്ങൾക്കുള്ളൊരു സുവർണാവസരം കൂടിയാണ്. സോ മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിം റൗണ്ട് ഇവിടെ ഇത് ആരംഭിക്കാൻ പോവാണ്. ദ ഗെയിം ഇസ് കോൾഡ് ദി കപ്പ് പിരമിഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ഗെയിമാണ്, വേറൊന്നുമില്ല. നമ്മൾ ഇവിടെ ദേ കപ്പ് വയ്ക്കുന്നു, ഇതാണ് സ്ട്രൈക്കർ കപ്പ്. ഓക്കെ, ഈ സ്ട്രൈക്കർ കപ്പ് നമ്മൾ ദേ ഇവിടെ ഫ്ലിപ്പ് ചെയ്ത് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കണം. ചേച്ചിക്ക് ഇത് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ജസ്റ്റ് സ്ട്രൈക്ക്. ഈ കപ്പ് കറക്റ്റായിട്ട് ഇവിടെ വന്ന് നിന്നാൽ നിങ്ങൾക്ക് ദേ ഇതിൽ നിന്ന് കപ്പുകൾ ഓരോന്നായിട്ട് എടുത്ത് ഇവിടെ പിരമിഡ് വെക്കാം. മേക്ക് ഷുവർ ഇറ്റ്സ് 4, 3, 2, 1 പിരമിഡാണ് നിങ്ങൾ ഉണ്ടാക്കാനുള്ളത്. ഓക്കെ ആണോ? റെഡിയാണോ? അപ്പോൾ ഈ കപ്പുകൾ കൊണ്ട് പിരമിഡ് ഉണ്ടാക്കുക. പക്ഷേ ഓരോ കപ്പ് നിങ്ങൾക്ക് എടുക്കാനുള്ള അവസരം വൺസ് നിങ്ങളുടെ സ്ട്രൈക്കർ കപ്പ് കൃത്യമായിട്ട് നിന്നാൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വൈറ്റ് ടീമിൽ നിന്നും ആരാണ് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നത്? മോനാണ്. ഇവിടെ കൂടെ ഇവിടെ എങ്ങനെ അവൻ്റെ ഇടയിൽ കൂടെ കയറിയവൻ? ഓക്കെ, എനിക്കത് മനസ്സിലായില്ല. ഇത്ര എപ്പിസോഡിൽ ആരും ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടില്ല. നീ എൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ അങ്ങ് വന്നു? ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല, വന്നോ മോനെ, വന്നോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നോ. അപ്പോൾ അറിയാലോ, ഇങ്ങോട്ട് ഫേവർ ചെയ്ത് നിൽക്കുക, കുറച്ച് പകുതി വെളിയിലായിട്ട് വയ്ക്കുക. റെഡി ആണോ? ടൈമർ ഇടട്ടെ. ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിൽ പിരമിഡ് ഏത് ടീമാണോ ചെയ്ത് തീർക്കുന്നത് അവരായിരിക്കും വിജയിക്കുന്നത്. 5 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കിട്ടിയില്ല? കമോൺ 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 കമോൺ. അടുത്തേ ഇല്ല ഇല്ല. ഓക്കെ, പതിയെ പതിയെ നോക്കിയേ, പതിയെ നോക്കിയേ, പതിയെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കിയേ.
യെസ്, ഒരു ഫ്ലിപ്പ്. മാറ്റിക്കോ, വെച്ചോ, വേഗം വെച്ചോ. കമോൺ, പോരാ, ഒരു കുറച്ചുകൂടെ ഫോഴ്സ് വേണം. കുറച്ചുകൂടെ നേരത്തെ ചെയ്ത പോലെ ചെയ്തു നോക്കിയേ. നേരത്തെ ചെയ്ത പോലെ നേരത്തെ കറക്റ്റായി വരുന്നു. യെസ്, ഇങ്ങോട്ട് അടിക്കോ മോനെ, ഇങ്ങോട്ട് അടിക്കോ. പറഞ്ഞ അവിടെ. ആ, ഓക്കെ. യെസ്, കമോൺ. ഓക്കെ, അങ്ങനെ താഴത്തെ റോ ഇങ്ങനെ കംപ്ലീറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഫ്ലിപ്പ്. അതോക്കെയാണോ? ആ, അപ്പൊ അടിപൊളി കേട്ടോ. അവൻ മിടുക്കനാണ്. അവൻ സ്ഥിരം വീട്ടിൽ ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഓക്കെ, സെക്കൻഡ് റോ കയറിയിരിക്കുന്നു. അടിപൊളി. ഓ, പോയി. കറക്റ്റ്. നീ അപ്പൊ അതിനുള്ള ഫോഴ്സ് മതി. കറക്റ്റ് ആണ് മോൻ, അറിയാതെ ചെയ്യാനായിട്ട്. മോൻ ചെയ്യുന്നത് കറക്റ്റ് ആണ്. ഓ, സൂപ്പർ. വിദ്യാർത്ഥികൾ അധ്യാപകരെ മലർത്തി അടിക്കൂ. ഈ റൗണ്ടിൽ നോക്കാവോ? സെക്കൻഡ് റൗണ്ട് തീരുന്നു, സെക്കൻഡ് ലെയർ തീരുന്നു. അമ്മേ, പിന്നെ ഇത് ചെയ്തിട്ടുണ്ടോന്ന് ഞാൻ ഡൗട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഒരേ ഒരു പിരമിഡിന് ഒരേ ഒരു കപ്പ് മാത്രം ബാക്കി. പയ്യെ, ഇത് അനക്കരുത്, വീഴരുത്. അങ്ങനെ ഇതാ മോൻ അതിവിദഗ്ധമായിട്ട് നമ്മുടെ കപ്പ് പിരമിഡ് നിരത്തിയിരിക്കുകയാണ്. ഇനി ഈ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ അടങ്ങുന്ന PhD വരെയുള്ള എക്കണോമിക്സിന്റെ ഇത്രയും വലിയ ബിരുദാനന്തര ബിരുദമൊക്കെയുള്ള സാറിനെയും ടീമിനെയും ടീച്ചേഴ്സിനെയും വീട്ടമ്മയൊക്കെ മലർത്തി അടിക്കൂല്ലേ? നമുക്ക് കാത്തിരുന്ന് എന്നെ കാണാം. താങ്ക് യു സോ മച്ച് മോനെ, യു ഡിഡ് റിയലി വെൽ. നീ ഇനി ഇവിടെ കൂടെ പോയ മറ്റേത് മറച്ചിടല്ലേ ഞങ്ങളുടെ സെറ്റ്. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്നത് നമ്മുടെ O ടീമാണ്. അവർ ഓൾറെഡി 4 പോയിന്റ്സിന് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റുമില്ലേ നോക്കും. ആരാണ് മത്സരിക്കാൻ വരുന്നത്? ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് കയ്യിൽ വഴങ്ങുമെന്ന് തെളിയിക്കാൻ വേണ്ടി വീട്ടമ്മയായ നമ്മുടെ ചേച്ചിയാണ് ഗോദായിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അറിയാലോ ചേച്ചി, മനസ്സിലായല്ലോ? ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് സ്ട്രൈക്കർ കപ്പ് എത്ര തവണ ഫ്ലിപ്പ് ചെയ്ത് കറക്റ്റായിട്ട് തിരിഞ്ഞു നിന്നാലും മറിഞ്ഞു നിന്നാലും ഓരോ കപ്പുകൾ എടുത്ത് വയ്ക്കാം. അപ്പോൾ മാക്സിമം ടൈം ചുരുക്കി നമ്മൾ ചെയ്യുന്നു. ഓക്കെ, റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആദ്യത്തെ ഇതിൽ തന്നെ ഇങ്ങോട്ടോ ചേച്ചി, ഇങ്ങോട്ടോ വെച്ചോ. ആ കപ്പ് എന്നെ എടുത്ത് വെക്കുകയാണ്. അല്ലല്ല, ഒരു സ്ട്രൈക്കർ കപ്പ് ഒന്നേ ഉള്ളൂ. ഇതിൽ തന്നെ ചെയ്തോ. ഒന്നുകൂടി കറക്റ്റാണ് ചേച്ചി ചെയ്യുന്നത്. ഒന്നുകൂടി ഒരു ഇച്ചിരി ഫോഴ്സ്, അല്ലല്ല ഇച്ചിരി സ്പീഡ്. പയ്യെ മതി. ഒന്നുകൂടി ചെയ്ത് നോക്കിയേ. കിട്ടിയായിരുന്നു ചേച്ചിക്ക് അത്. ഒന്നുകൂടി നോക്കാം. ഒന്നുകൂടി. ഓ, ജസ്റ്റ് വീണായിരുന്നു അത്. അങ്ങനെ തന്നെ കറക്റ്റ്. ആ ഫോഴ്സ് ഇസ് ഗുഡ്. അടുത്ത കപ്പ് മതി. ശ്രദ്ധിച്ച് ചെയ്യാം. ശ്രദ്ധിച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടും. ഫസ്റ്റ് ലെയർ തീരാറാവുന്നു. പതിയെ ചെയ്യാം. Got it. അതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. വേറെ ഒന്നും നോക്കണ്ട. ഒന്നുകൂടി മതി. കുഴപ്പമില്ല, നോക്കാം. കറക്റ്റായിട്ട് അത് ഫ്ലിപ്പ് ചെയ്തു. യെസ്, സൂപ്പർ. രണ്ടാമത്തെ ലെയറിലേക്ക് കടക്കുന്നു. കം ഓൺ, സൂപ്പർ ഗുഡ്. അടിപൊളി. ഇനി ഇച്ചിരിയേ ഉള്ളൂ. ഇനി ഇത്രയും കപ്പുകൾ കൂടെ ഉള്ളൂ. 3 കപ്പ് കൂടെ ഉള്ളൂ. സൂപ്പർ, അടിപൊളി. ചേച്ചി തകർക്കുകയാണ്. കറക്റ്റായിട്ട് അത് വീണായിരുന്നേ. ഒന്നുകൂടി വേണേ കൂടെ. ഇനി വെറും 2 കപ്പുകൾ മാത്രമാകുന്നു.
മാത്രം. ഒന്നുകൂടി കറക്കി യു ഗോട്ട് ഇറ്റ്. ഒന്നുകൂടി പോരട്ടെ. ഒന്നുകൂടെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഇരുന്നായിരുന്നു അതെന്നാലും. ഇനി ഒന്നും കൂടെ ഉള്ളൂ, ഒന്നും കൂടെ മാത്രമേ ബാക്കിയാകുന്നുള്ളൂ. ഓ പറ്റോ. അങ്ങനെ സൂപ്പറായിട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു വലിയ കൈയടി കൊടുക്കണം. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. എനിക്ക് ഒരു തവണ പോലും ഫ്ലിപ്പ് ശരിയായിട്ടില്ല. നടക്കുന്ന പരിപാടിയല്ല. ഓക്കെ, അപ്പോൾ ഗെയിം റൗണ്ട് തീരുമ്പോൾ നമ്മുടെ ഓ ടീം ഈ ഒരു ഗെയിം പൂർത്തീകരിച്ചിരിക്കുന്നത് 2 മിനിറ്റും 51 സെക്കൻഡിലുമാണ്. രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് എന്നാ തോന്നുന്നു, ഇതിനേക്കാൾ കുറവായിരിക്കോ കൂടുതലായിരിക്കോ മോൻ ചെയ്തിരിക്കുന്നത്? കൂടുതലായിരിക്കും എന്ന് പറയുന്നു. എന്നാൽ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റും 43 സെക്കൻഡിലുമാണ്. സന്തോഷത്തിലൊന്ന് കെട്ടിപ്പിടിച്ച രണ്ടുപേരും. അങ്ങനെയെങ്കിലും അവരൊന്ന് ഒന്നിക്കട്ടെ. എനിക്ക് അതെങ്കിലും ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സോ 5 പോയിന്റും കൂടെ നേടി 8 പോയിന്റിൽ നിന്ന് എത്രയായി? 13 പോയിന്റ് നേടിയിരിക്കുകയാണ്. 1 പോയിന്റ് നമ്മുടെ ഓയിനേക്കാൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീം വൈ രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്കോർ നിലയിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു റൗണ്ട് കൂടിയാണ് ഞങ്ങളുടെ ഗെയിം റൗണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ട്രിക്കി ആയിട്ടുള്ള റൗണ്ടിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. RG Media 360യുടെ YXO ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേർ സെറ്റ് 1 പോയിന്റിന് മാത്രമായിട്ടൊന്ന് ലീഡ് മുന്നിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഇതിൽ പൊളിയുമോ ഇല്ലയോ എന്നറിയാം. അതിനു മുമ്പ് സാർ ആദ്യമേ ഞങ്ങൾ പറഞ്ഞു ഡോക്ടറേറ്റ് ഹോൾഡറാണ്. അത് മാത്രമല്ല പ്രിൻസി കൂടിയാണ്, ഞങ്ങളുടെ പ്രിൻസിപ്പളാണ്. സാറേ, ഏത് കാലഘട്ടത്തിലെ പിള്ളേരെ മാനേജ് ചെയ്യാനാണ് സാറിന് ബുദ്ധിമുട്ട് തോന്നുന്നത്? കാരണം ഒരുപാട് വർഷം ഒരുപാട് കുട്ടികൾ, ഒരുപാട് ബാച്ചസിനെ, അതും ഈ ഹയർ സെക്കൻഡറി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികളെയാണ് സാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് സാറിന് ബുദ്ധിമുട്ട് തോന്നിയത്, പറ്റുന്നേ ഇല്ലാന്ന്, രക്ഷയില്ലാന്ന് തോന്നിയത്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലുള്ള പിള്ളേർക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. ഇന്നത്തെ തലമുറയുടെ ഒരു 2 നെഗറ്റീവ് പറയാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും പറയുക? ഇന്നത്തെ തലമുറയ്ക്ക് ഉള്ളൊരു നെഗറ്റീവ്സ് എന്ന് പറയുന്നത്, നമ്മളവരെ മനസ്സിലാക്കിയാൽ അവരെ നെഗറ്റീവ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവർ ജീവിക്കുന്നൊരു ചുറ്റുപാട്, സാഹചര്യങ്ങൾ, ഈ ടെക്നോളജിയുടെ ഒരു അതിപ്രസരം, ഇത് നമ്മൾ മനസ്സിലാക്കി അവരോട് പെരുമാറിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല. പണ്ടും പ്രശ്നങ്ങളുണ്ട്, അത് വേറെ തരത്തിലാണെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. ഉദാഹരണത്തിന് മൊബൈൽ ഫോണിൻ്റെ ഒരു അഡിക്ഷനാണ് കുട്ടികൾക്ക് ഉള്ളത്. ഇപ്പോൾ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ സമ്മതിക്കുന്നുണ്ടോ സാറേ? സമ്മതിക്കുന്നില്ല. സർക്കാർ അങ്ങനെ സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ട്. കൊറോണ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചതുകൊണ്ട് അവർക്ക് അതിനകത്തൊന്നും മാറാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ പതുക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം നമ്മൾ അങ്ങനെ മാറ്റിയപ്പോഴത്തേക്ക് വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുകയും നമ്മൾ മൊബൈൽ ഫോൺ കുട്ടികളുടെ നിന്ന് വാങ്ങി നമ്മുടെ ഓഫീസിൽ വെക്കുമ്പോൾ പേരൻസ് വന്നിട്ട് പറയും അവർ ഇന്നലെ 2 ദിവസമായിട്ട് ആഹാരം കഴിക്കുന്നില്ല, ഇനി സ്കൂളിലേക്ക് പഠിക്കാൻ പോകത്തില്ല, മൊബൈൽ മേടിച്ച് വെച്ചതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചെയ്യുന്നത് അവരെ ഉപദേശിച്ച് കൊടുക്കുക എന്നുള്ളത് ഉള്ളത്. എന്നാലും ഈ ടീച്ചേഴ്സ്, ഇതുപോലെയുള്ള ടീച്ചേഴ്സിന്റെ കയ്യിൽ ഒതുങ്ങാത്ത കേസുകളൊക്കെയാണ് ഈ പ്രിൻസിയുടെ അടുത്ത് വരുന്നത്. അതിൽ ഈ കേട്ടതിൽ സാറിന് ഭയങ്കര പ്രശ്നമായിട്ട് ഈ അടുത്ത കാലത്ത് നടന്നു എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടോ സാറേ? ഉള്ളത്, അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ചിലർ തലേദിവസം രാത്രി ഇരുന്ന് മൊബൈലൊക്കെ കണ്ടിട്ട് പിന്നെ ഉറക്കമില്ല, രാത്രി ഒന്ന് ക്ലാസ്സിൽ തല വെച്ചിട്ട് കിടന്ന് ഉറങ്ങും. അതിൻ്റെ പരാതി ഒന്ന് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ അത് തന്നെയാണ് വരുന്നത്. അതായത് ഈ ടെക്നോളജിയുടെ ഒരു അതിപ്രസരമാണ്. കുട്ടികൾ മൊബൈൽ ഫോണും ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ അവർ പഠിക്കേണ്ട സമയത്തും ഒക്കെ ഇരുന്ന് അവർ മൊബൈൽ ഫോണിൽ കളിക്കുകയും അത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉറക്കം കുറയുന്നുണ്ട് പിള്ളേരുടെ. അപ്പോൾ ക്ലാസ് റൂമിൽ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരുന്ന പോലെ കിടക്കും, തലവേദന എന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി അവരുടെ ഉറക്കം കുറവായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത്തരം കേസുകളാണ് കൂടുതൽ ഇപ്പോൾ വരുന്നത്. ചേച്ചിക്ക് എന്താ തോന്നുന്നത്, അന്ന് ജനിച്ചതാണോ നന്നായി തോന്നുന്നത്, അതോ ഇവരൊക്കെ കണ്ടില്ലേ ഇഷ്ടത്തിന് യൂസ് ചെയ്ത് നമുക്ക് ഫുഡ് വേണം, അപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ എന്തുമാത്രം ഓപ്ഷൻസ് ആണ് കിടക്കുന്നത്. ചേച്ചിക്ക് എന്തെങ്കിലും മിസ് ചെയ്തായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഒന്നും മിസ് ചെയ്തിരുന്നില്ല. കാലഘട്ടത്തിൽ അതിൻ്റെതായ രീതികളും മാറ്റങ്ങളും ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് പോകുന്നു. ഈ കാലഘട്ടത്തിൽ പുതിയ ന്യൂ ജനറേഷനാണ്. അപ്പോൾ അതിൻ്റെതായ കുറേ കാര്യങ്ങൾ അവരിലുണ്ട്, നമുക്കൊന്നും മാറ്റിയെടുക്കാൻ നോക്കൂല. അപ്പം നമുക്ക് അതിൽ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ആകണമെന്ന് തോന്നിയിട്ടില്ല. സ്വാതന്ത്ര്യമുണ്ട്, ഇപ്പം നല്ല സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേച്ചി ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ എന്ന് തോന്നിയൊരു കാര്യം
ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ചേച്ചിക്ക് ഒന്നും തോന്നില്ല, ചേച്ചിയുടെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. സാറിന് എന്താ തോന്നിയത്? സാറിന്റെ ഈ ടെക്നോളജിയൊക്കെ അന്നുണ്ടായിരുന്നേ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ പെൺകുട്ടികളോടൊക്കെ വർത്താനം പറയാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇന്നാണെങ്കിൽ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു സംസാരിക്കണമെങ്കിൽ മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, അപ്പോൾ സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ടത്തേനേക്കാൾ കുട്ടികൾക്ക് ഒരുപാട് നന്മകളുണ്ട്, നമ്മളത് കാണാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ടീച്ചറോട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കാണെങ്കിൽ പറയാനൊരു വലിയ അനുഭവമുണ്ട്. ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മാനേജ്മെൻറ്റ് സ്കൂളാണ്. അപ്പോൾ അവിടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ നമ്മളെല്ലാ പ്രാവശ്യവും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മാക്സിമം നമ്മുടെ വിഷയത്തിന് 100% കുട്ടികളെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് സ്ഥിരമായിട്ട് ചോദ്യം പറയാത്തൊരു കുട്ടീനെ നമ്മൾ ചെറുതായിട്ടൊന്ന് അടിക്കാൻ പാടില്ല. ഇപ്പം നമ്മളങ്ങനെ അടിക്കാറില്ല. ഇതൊരു 10-20 വർഷത്തിന് മുമ്പുള്ളൊരു കഥയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ കൈ വലിച്ചു, അവനെ അറിയാതെ കൈ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ഷട്ടിലൊക്കെ ഇങ്ങനെ വെച്ച് തൂത്ത്. ആരെങ്കിലും പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ ഞാൻ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ള രീതിയാവും. പിന്നെ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോയി പൈപ്പിൻ്റെ ഒട്ടി കൊണ്ടുപോയി അവൻ്റെ ഷർട്ടൊക്കെ ഊരിമാക്കി ഞാൻ തന്നെ സോപ്പിട്ടൊക്കെ കഴുകി ഇട്ട് ഉണക്കി പിന്നെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് വലിയ പേടിയായി. പിന്നെ ബാൻഡേജൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ച് മരുന്നൊക്കെ വെച്ചിട്ടാണ് അന്ന് വിടുന്നത്. അപ്പോൾ പിറ്റേ ദിവസം അവൻ വന്നില്ല. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പം എന്തെങ്കിലും കേസോ വഴക്കൊക്കെ ആവും. മനുഷ്യാവകാശ കമ്മീഷൻ, ചൈൽഡ് ലൈൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ പിന്നെ സംഘടനകളൊക്കെ വന്ന് ഇടപെട്ട് അങ്ങനെ 2-3 ദിവസം വരാതിരുന്നു. പിന്നെ ഒരു ശനി ഞായറുമായിരുന്നു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഞാൻ അസംബ്ലി ഇരിക്കുന്ന സമയത്ത് അസംബ്ലി തുടങ്ങിയിട്ട് അവനെ കണ്ടില്ല. അപ്പോഴും എനിക്ക് ടെൻഷനാണ്. 3-4 ദിവസം എനിക്ക് വലിയ ടെൻഷനായിരുന്നു കേസാവുമെന്നുള്ളത്. പക്ഷേ 9-10 അസംബ്ലി തുടങ്ങി ആ സമയമായപ്പോഴത്തേക്ക് അവൻ ഗേറ്റിൻ്റെ അവിടെ വന്നു. ഞാൻ ഓടി ചെന്നിട്ട് ചോദിച്ചു, നീ എന്താ 2-3 ദിവസമായിട്ട് വന്നില്ലായിരുന്നല്ലോ? അപ്പോൾ പറഞ്ഞു, സാറേ എനിക്ക് കൈ മുറിഞ്ഞതിൻ്റെ പനിയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ നീ എന്തോ പറഞ്ഞു? വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു കളിച്ചപ്പോൾ വീണതാണ്, മുറിഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? സാറ് ഞാൻ പഠിക്കാതെ വന്നതുകൊണ്ടല്ലേ, ഞാൻ സ്ഥിരമായിട്ട് പഠിക്കാതെ വരുന്നതുകൊണ്ട് ആണ് എനിക്ക് ഞാൻ അർഹതപ്പെട്ട അടിയായിരുന്നു. പക്ഷേ സാർ എനിക്ക് ചായയൊക്കെ വാങ്ങിച്ചു തന്നു, സാർ എൻ്റെ ഷർട്ട് കഴുകി തന്നു അപ്പോൾ അത്രയും ചെയ്തപ്പോൾ തന്നെ എൻ്റെ എല്ലാ സങ്കടവും വിഷമവും ഒക്കെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഞാൻ സ്റ്റുഡൻറ്റും അവൻ അധ്യാപകനുമായി. അപ്പോൾ ഇതേപോലുള്ള അനുഭവങ്ങളാണ് പൊതുവേ നമ്മൾ കാണുന്ന. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് നന്മകളുണ്ട്. ഇച്ചിരി കുസൃതിത്തരം കൂടുതലായിരിക്കും. നമ്മളെക്കാൾ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്ന പോലെ കുറച്ച് എനർജറ്റിക് ആയിരിക്കും. മനസ്സിലാക്കിയാൽ മതി. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ടീച്ചേഴ്സ് ഒന്നും ഇപ്പൊ അടിയൊന്നും തരുന്ന പരിപാടിയില്ല. കമ്പെടുത്തുള്ള ഒരു പരിപാടി ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല. കമ്പെടുത്ത് ആരെ അടിക്കാറൊന്നുമില്ല. അപ്പൊ നിങ്ങളിപ്പോ ഹോംവർക്ക് ചെയ്യാതെ പോയി അല്ലെങ്കിൽ നോട്ട്ബുക്ക് കൊണ്ടുവന്നില്ല, എന്താണ് ചെയ്യുന്നത് ടീച്ചേഴ്സ്? നമ്മളെ നേരെ സ്റ്റാഫ് റൂമിലോട്ട് വിടും. സ്റ്റാഫ് റൂമിലോട്ടങ്ങ് വിടും, അത്രേ ഉള്ളൂ. എന്നിട്ട് വീട്ടിൽ വിളിച്ചു പറയും. വീട്ടിൽ വിളിച്ചു പറയും, അത്രേ ഉള്ളൂ. ചെറിയ ശിക്ഷകളില്ല, വലിയ ശിക്ഷകൾ മാത്രം. ഓക്കെ. അങ്ങനെ ഹോംവർക്ക് ചെയ്യാതെ പോകാറുണ്ടോ വല്ലപ്പോഴൊക്കെ? മറന്നു പോകും ചില ദിവസങ്ങളിൽ മറന്നു പോകും, അത്രേ ഉള്ളൂ. എന്നാലും ടീച്ചേഴ്സ് തല്ലുന്നൊന്നുമില്ല സാറേ. മാക്സിമം വീട്ടിൽ വിളിച്ച് പറയും, മോൻ ഇങ്ങനെയാണ്, നിങ്ങളുടെ മോൾ ഹോംവർക്ക് ചെയ്തിട്ടില്ല, അത്രയൊക്കെ ഉള്ളൂ. അല്ല, ഇപ്പൊ തല്ലാൻ പറ്റത്തില്ല. തല്ലി കഴിഞ്ഞാൽ പിന്നെ മീഡിയ ചാനലിലൊക്കെ വാർത്തയാവും, വലിയ വിഷയമാവും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അധ്യാപകർക്ക് പിന്നെ ചെറിയ ശിക്ഷ കൊടുക്കാം. കാരണം സെക്കൻഡ് പേരൻ്റാണ് ടീച്ചേഴ്സ് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ചെറിയ മൈനറായിട്ടുള്ള ശിക്ഷയൊക്കെ അവരുടെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഞാൻ ഈ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റുകളുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ചെറിയ ചെറിയ ശിക്ഷ കൊടുക്കുന്നതിനോട് എന്താണ്, ചിലർ അതിനെ അനുകൂലിക്കുന്നവരാണ്, ചിലർ പക്ഷേ എതിർക്കുന്നു. അങ്ങനെ കുട്ടികളെ സ്നേഹിച്ച് വാത്സല്യത്തോടു കൂടി ഒക്കെ വളർത്തണമെന്നാണ് പറയുന്നത്. പക്ഷെ സ്നേഹം കൊടുക്കുമ്പോൾ നല്ല കുട്ടികളുണ്ട്, അതായത് സ്നേഹം കിട്ടാതെ ഉള്ള കുട്ടികളുണ്ട്. അവർക്ക് സ്നേഹം കിട്ടുമ്പോഴത്തേക്ക് അവർ ഒരുപാട് അറ്റാച്ച്മെൻറ്റും സ്നേഹവും, നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഈ ചേർത്ത് പിടിക്കുക എന്ന് പറയത്തില്ലേ, അപ്പോൾ ആരും ചേർത്ത് പിടിക്കാനില്ലാത്ത കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അവർ സ്നേഹം കാണിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ സ്നേഹവും കിട്ടിയിട്ട് ഇങ്ങനെ വഷളായിട്ട് നടക്കുന്നവർക്ക് ഒരു ചെറിയ അടിയൊക്കെ കൊടുത്താലേ സെറ്റാളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും സാറ് പറഞ്ഞു അന്നത്തെ കാലത്ത് വാട്സപ്പ് ഇൻസ്റ്റ ഒന്നും ഇല്ലാത്തത് ഒന്ന് ചെറിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നി. കാരണം കോളേജ് ടൈമിലൊന്നും പെൺകുട്ടികളോട് വളരെ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ സാറിന് സാധിച്ചിരുന്നില്ല. അതൊരു വലിയ മിസ്സിംഗ് ആണെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും മൂന്നാമത്തെ റൗണ്ട് എന്താണെന്നറിയോ? ആൻഡ് ദ തേർഡ് റൗണ്ട് ഇസ് കോൾഡ് സ്വിച്ചിങ് ഓവർ. സോ ഞങ്ങൾ
ഞങ്ങളുടെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. സോ മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ക്രൂഷ്യലാണ്. ഈ പറഞ്ഞ ഒരു പോയിന്റിലേ ഉള്ളൂ വ്യത്യാസം. മാക്സിമം പോയിന്റ്സ് സെക്യൂർ ചെയ്യാൻ നോക്കുക. നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഈ സാറന്മാർക്കും ടീച്ചേഴ്സിനും ഒക്കെ കുറേ നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കും, വിഷയങ്ങളായിരിക്കും, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചേച്ചി കൂടുതൽ ചോദിക്കുക. ഇവരോട് ചോദിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഷെയറിംഗ് ആണ് നമ്മളൊന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. റെഡിയാണോ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഹു വാസ് കേരളാസ് ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ? കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ, കേരളം രൂപപ്പെട്ടല്ലോ, അപ്പം അതായി കഴിഞ്ഞതിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ CM ആരാണ്? ഒരു 3 അക്ഷരങ്ങളിലൊക്കെ അദ്ദേഹത്തിനെ നമ്മൾ വിളിക്കാറുണ്ട്. ജവഹർലാൽ നെഹ്റു. കേരളത്തിൻ്റെടാ ജവഹർലാൽ നെഹ്റു. തെറ്റുത്തരം. നിനക്ക് എവിടെ നീ ജവഹർലാൽ നെഹ്റു കിട്ടി? CM ആണ്, പ്രൈം മിനിസ്റ്റർ അല്ല. CM, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഫസ്റ്റ്. ഏതൊക്കെ CM-നെ അറിയാം കേരളത്തിൻ്റെ? പിണറായി വിജയൻ സാറിനെ അറിയാം. ബാക്കി? ഉമ്മൻചാണ്ടി സാറിനെ അറിയാം. സൂപ്പർ. മോൾക്ക് ആരെങ്കിലും അറിയോ? അത്രയിലേ ജനിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ആകെപ്പാടെ 12 വർഷമേ ആയിട്ടുള്ളൂ. 5 വർഷമായപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞു. സോ ഈ 2 CM-നെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ശരി ഉത്തരം സാറേ ഒന്ന് പറയുന്നോ? EMS നമ്പൂതിരിപ്പാട്. EMS ആണ്. EMS എന്ന് കേട്ടിട്ടുണ്ടോ? EMS കേട്ടിട്ടില്ല. ഓക്കെ, അപ്പം കുഞ്ഞുങ്ങൾ EMS എന്ന് കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചെറിയൊരു വിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം ഏറ്റവും വലിയ പ്രാസംഗികനായി കേരളത്തിൻ്റെ. അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരാൾ കൂടിയാണ് EMS. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ CM. ഓക്കെ, അപ്പോൾ അടുത്തത്, വിച്ച് ഇൻസ്ട്രുമെൻ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യൻ മ്യൂസീഷ്യൻ രവി ശങ്കർ? ഇന്ത്യൻ സംഗീതജ്ഞൻ രവിശങ്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉപകരണം ഏതാണ്? രവിശങ്കർ എന്ന് കേട്ടിട്ടുണ്ടോ? മ്യൂസീഷ്യൻ, പ്ലേ ചെയ്യുന്ന ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. രവിശങ്കർ. നിനക്ക് അറിയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് 3 പേരും പറഞ്ഞോ. അതിൽ ഏതെങ്കിലുമൊക്കെ കറക്കി കുത്തി വീഴോ നോക്കട്ടെ ചേച്ചി. ഇവിടെ അധികം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഇവിടത്തെക്കാൾ ഉപരി നോർത്തിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് പ്ലേ ചെയ്യാറുള്ളത്. നമ്മുടെ കേരള ട്രഡീഷണൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ല, അതൊരു ക്ലൂ ആണ്. നോർത്തിലാണ് കൂടുതലായിട്ട് പ്ലേ ചെയ്യുന്നത്. നമ്മുടെ വീണ ഒക്കെ പോലുള്ള ഇൻസ്ട്രുമെന്റുകളിൽ ഒന്നാണ്. രവിശങ്കർ. ചുമ്മാ ഒരു ഇൻസ്ട്രുമെന്റ് പറഞ്ഞേ, പോരട്ടെ. അറിയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പറഞ്ഞേ കേക്കട്ടെ ചേച്ചി. സിത്താർ. ശരി ഉത്തരം. അതെങ്ങനെ നിനക്ക് കിട്ടി സിത്താർ എന്ന്? ഗിറ്റാറിനെ പോലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഗിറ്റാറിനെ പോലത്തെ ഒരു വീണേനെ പോലത്തെ ഒരു വീണ പോലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ സിത്താർ എന്ന് കിട്ടി. എന്തായാലും സിത്താർ അറിയാലോ, അതൊരു വലിയ കാര്യമാണ്. അപ്പൊ സിത്താർ ശരി ഉത്തരം കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കുന്നു. അടിപൊളി. അപ്പൊ രവിശങ്കർ സിത്താറാണ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെയാണ്, ഹൂ റോട്ട് ദ നാഷണൽ സോങ് വന്ദേ മാതരം? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ശരി ഉത്തരം. പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? സൂപ്പർ സൂപ്പർ ഗുഡ്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് മോളെ, ചാടി നിന്നേ. ഓക്കെ, ഇൻ വിച്ച് ഇയർ ഡിഡ് ഇന്ത്യ വിൻ ഇറ്റ്സ് ഫസ്റ്റ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്? ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്ന വർഷം. ഇന്ത്യക്ക് 2 തവണയാണ് ലോകകപ്പ് കിട്ടിയിരിക്കുന്നത്. 2000-നൊക്കെ മുന്നെയാണ്. പോരട്ടെ, അത് തന്നെ വരട്ടെ. 1990 ബെസ്റ്റ് സുഹൃത്തിനെയാണ് കിട്ടിയിരിക്കുന്നത്. അവൻ 4 ഉത്തരങ്ങൾ ഇതിനോടൊപ്പം തന്നെ മറ്റവന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവൻ ഏതാണെന്ന് അത് കോൺഫിഗർ ചെയ്ത് എടുത്തോണ്ടിരിക്കുകയാണ് അതില്. പോരട്ടെ, നിനക്ക് എന്താ തോന്നുന്നേ? മോൻ എന്താ തോന്നുന്നേ? അത് കുഴപ്പമില്ല, പറഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന പറഞ്ഞത്. ഇവിടെ സിത്താർ കിട്ടി, ചുമ്മാ കിട്ടിയതല്ലേ. 2 എണ്ണം ശരിയായി. 1993 തെറ്റുത്തരാണ്. സാർ ഏത് വർഷമാണ്? 1983-ലാണ് ഇന്ത്യക്ക് ലോകകപ്പ് ആദ്യമായിട്ട് സ്വന്തമാക്കുന്നത്. ഇന്ത്യ പിറ്റേ ദിവസം ഇവിടെ ഹോളിഡേ ഒക്കെ ആയിരുന്നു. എല്ലാവരും എല്ലാ ഓഫീസും സ്കൂൾസും എല്ലാം അടച്ചിട്ടിട്ട് ഇന്ത്യ മൊത്തം സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. നിങ്ങളന്ന് ജനിച്ചിട്ടുണ്ടോ 1983-ൽ? ഇല്ല, ജനിച്ചിട്ടേ ഇല്ല. ഓക്കെ, എന്നാണ് ജനിച്ചിരിക്കുന്നത്? 2013-ലോ? ഭയങ്കര ഫ്രഷ്. അയ്യോ, എൻ്റെയൊക്കെ ഇയറൊക്കെ എഴുതുമ്പോൾ നാണം വരും എനിക്ക്. 2013 കിഡ്സ് ആണ് അവര്. ഓക്കെ, നീ എന്നാ ജനിച്ചേക്കുന്നത്? ഏത് വർഷം?
2012 ഒരു വർഷം പഴക്കം. 2013. 2013. ഓക്കെ, എല്ലാം പുതിയ കുഞ്ഞുങ്ങളാണ് സാറേ. അപ്പം നമ്മുടെ വർഷങ്ങൾ നമ്മൾ പറയുന്നില്ല. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ? റെഡി? ഓക്കെ. പാപ്പത്തറ എന്ന ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആരാണ്? ചെറുകഥയാണ് പാപ്പത്തറ. ഇതൊരു സ്ത്രീയാണ്, ഇതൊരു ലേഡി റൈറ്ററാണ്. ലേഡി റൈറ്റേഴ്സിന് ആരെയൊക്കെ അറിയാം മലയാളത്തില്? പാപ്പത്തറ എന്ന് കേട്ടിട്ടുണ്ടോ? ലേഡി റൈറ്റേഴ്സ് ആലോചിക്കേ. ആരാ എഴുതുന്ന? ആരെങ്കിലും അറിയോ? മലയാളത്തിൽ എഴുതുന്ന സ്ത്രീകളുടെ മുഖം ആരുടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ആ വഴിയോട്ടില്ല. വേറെ ഏതെങ്കിലും ബുക്കുകൾ വായിച്ചിട്ടുണ്ടോ മലയാളത്തിലെ? ഏതാണ് വായിച്ച ബുക്കുകൾ? ബഷീറിന്റെ ബുക്കുകൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നീ അവിടെ ഇരിക്കുന്ന കണ്ടു. ആ അവിടെ ഇരിക്കട്ടെ എന്ന്. നീ എടുത്ത് വായിക്കാനൊന്നും എനിക്കൊണ്ട് വയ്യ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബുക്കുകൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ല. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം പാപ്പത്തറ എന്നത് എഴുതിയിരിക്കുന്നത് സാറാ ജോസഫാണ്. സാറാ ജോസഫ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. ഓക്കെ, സാറാ ജോസഫാണ്. അപ്പോൾ ഇതോടുകൂടി 5 ചോദ്യങ്ങൾ കഴിയുന്നു. ഇനി ഞങ്ങളുടെ O ടീമിൻ്റെ അടുത്തേക്ക് വരികയാണ് സാറേ. ഓക്കെ, അപ്പോൾ മാക്സിമം പോയിന്റ്സ് കുഞ്ഞുങ്ങൾ എത്ര ചോദ്യം കറക്റ്റായിട്ട് കിട്ടി? 2 ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് അവർ ഉത്തരം നൽകിയിട്ടുണ്ട് സാറേ. മാക്സിമം പുതിയ ന്യൂജൻ കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. മാക്സിമം പിടിച്ചോളുക. ഓക്കെ സാറ്, മറ്റേതെല്ലാം അറിയാം, ഇത് വരുമ്പോഴാണ് നമ്മളൊന്ന് കുടുങ്ങാൻ പോകുന്നത്. ഏതായാലും നോക്കാം സാറേ. വിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസസ് ദി ലൈക്ക് ബട്ടൺ സിംബലൈസ്ഡ് ബൈ എ ഹാർട്ട്? ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഹൃദയത്താൽ പ്രതീകപ്പെടുന്ന ലൈക്ക് ബട്ടൺ ഉപയോഗിക്കുന്നത്? ഇൻസ്റ്റഗ്രാം. ഒരു സംശയമില്ലാതെ പറഞ്ഞിരിക്കുന്നു, ഇൻസ്റ്റാഗ്രാം. ശരി ഉത്തരം. സാർ എത്ര പേർക്ക് ലൈക്ക് കൊടുക്കാറുണ്ട്? അതിന്റെ പേരിൽ ചേച്ചി എപ്പോഴെങ്കിലും വീട്ടിൽ പിടിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അത്യാവശ്യം ഇത്തിരി എഴുതുകയൊക്കെ ചെയ്യുന്നതാണ്. പോയമൊക്കെ സോങ് എഴുതിയിട്ട് അത് റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ AI സാങ്കേതിക വിദ്യയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റ ആണെന്ന് അറിയാം. അത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ്. ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടോ ചേച്ചിക്ക്? ഇല്ല. ടീച്ചറിനില്ല ഇൻസ്റ്റ അക്കൗണ്ട്. ഇവിടെയോ? അവിടെയില്ല. സാറ് മാത്രമാണ് ഇൻസ്റ്റ അക്കൗണ്ട് ഉള്ളത്. അതുകൊണ്ട് സാറ് കൃത്യമായിട്ട് അതിനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ അടുത്ത രണ്ടാമത്തെ ചോദ്യം. ഇൻ വിച്ച് കാർട്ടൂൺ സീരീസ് വുഡ് യു ഫൈൻഡ് ദ ക്യാരക്ടർ ചുട്കി? ഏത് കാർട്ടൂൺ സീരീസിലാണ് നിങ്ങൾ ചുട്കി എന്ന കഥാപാത്രത്തെ കാണുന്നത്? ഇത് പിള്ളേരുടെ ഒരു ഇഷ്ട കാർട്ടൂണാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ ജനിച്ചു വീണ പിള്ളേർ വരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചുട്കി. ചുട്കി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് നോർത്താണ്. ടോം ആൻഡ് ജെറി അല്ലല്ല, തെറ്റുത്തരം. ടോം ആൻഡ് ജെറി തെറ്റുത്തരം. ചോട്ടാ ഭീം. ചോട്ടാ ഭീമിലാണ് ചുട്കിയുള്ളത്. സാറേ, ചോട്ടാ ഭീം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ചോട്ടാ ഭീം കേട്ടിട്ടുണ്ട്. ആരാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ ടീച്ചറെ? ഈ ചോട്ടാ ഭീം ഇല്ല, ഒരു ഐഡിയ ഇല്ല. ചോട്ടാ ഭീം അറിയില്ല നമുക്ക്. ഓക്കെ, ആരാണ് ചോട്ടാ ഭീം? ആരാണ്? ഒരു മുണ്ട് കൊടുത്തോണ്ട്. ഒരു മുണ്ട് കൊടുത്തോണ്ടാ? ആ, മുണ്ട് കൊടുത്തോണ്ട് ഷർട്ട് ഇടൂല. മുണ്ട് കൊടുത്തോണ്ട് അങ്ങനെ നടക്കുന്ന ഒരാളാണോ ചോട്ടാ ഭീം? ചോട്ടാ ഭീം മുണ്ടെടുത്ത ഉടുപ്പിടാത്ത ലഡു കഴിച്ച ശക്തി കിട്ടുന്ന മനുഷ്യനാണ്. അതാണ്. അവർ ആ മുണ്ടെടുത്തോണ്ട് ഷർട്ടിടാത്തയാ നോക്കിയത് ചോട്ടാ ഭീമിന്റെ. വേറെ ആരെങ്കിലും ഇതുപോലെ ഇഷ്ടമുള്ളവരുണ്ടോ? ഉണ്ട്. ആരാണ്? പണ്ട് ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഇഷ്ടമല്ലേ ചോട്ടാ ഭീമിനെ? അല്ല, ചോട്ടാ ഭീമിന് ഇപ്പോഴും ഇഷ്ടമാണ്. ഓക്കെ, വേറെ പണ്ട് ഇഷ്ടമായിരുന്നു ഡോറ ബുജി. ഡോറ ബുജി ഇപ്പൊ പോരാ. എന്താ ഡോറ ബുജി ഇപ്പൊ ശരിയാവാത്തത്? അല്ല, ഡോറ ബുജി എങ്ങനെയുണ്ട് സാറേ? സാർ വല്ലതും കാണുന്നതാണോ ഡോറ ബുജി? വല്ലപ്പോഴൊക്കെ കാണുന്നതാണ്, പക്ഷേ ഇതിന്റെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ പിള്ളേർക്ക് അറിയായിരുന്നു, പക്ഷേ ഇവിടെ പോയിന്റ്സ് ഇല്ല. അടുത്ത, ചുവന്ന ജംപ് സ്യൂട്ടുകളും മുഖം മൂടികളും ധരിച്ച ഒരു കൊള്ള സംഘത്തെക്കുറിച്ചുള്ള ജനപ്രിയ സ്പാനിഷ് നെറ്റ്ഫ്ലിക്സ് സീരീസിന്റെ പേരെന്താണ്? ഭയങ്കര ഹിറ്റാണ്. ഇതൊരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണ്, സ്പാനിഷ് ആണ്. എന്നാൽ പോലും നമ്മൾ എല്ലാവരും കാണും. ഫുൾ സബ് ടൈറ്റിൽസ് ഒക്കെ ഉണ്ട്. ഇതാണ് റോബറി റിലേറ്റഡ് ആയിട്ടുള്ള പൈസാപരമായിട്ടൊക്കെ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പൈസാപരമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സീരീസ് ആണ്. നിങ്ങൾക്കറിയോ? ഇല്ലല്ലോ, പറയല്ലേ. പൈസ റിലേറ്റഡ്, ഈ പൈസ മോഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു സീരീസിൽ. ഐഡിയ കിട്ടുന്നില്ല. എന്തെങ്കിലും ഒന്ന് സാർ പറഞ്ഞു നോക്കിയേ വെറുതെ. നെറ്റ്ഫ്ലിക്സിൽ ഏതെങ്കിലും കണ്ടതോ? കാണാറില്ല.
എൻ്റെ ആൻസർ മണി ഹേസ്റ്റ് ആണ്. മണി ഹേസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ സാറേ? ഇല്ല, അധികം കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ക്യാരക്ടർ ഇൻ പോക്കിമോൻ ഇസ് നോൺ ഫോർ സേയിങ് പീക്ക പീക്ക? പോക്കിമോൻ എന്ന് കേട്ടിട്ടുണ്ടോ സാറേ? പോക്കിമോൻ കേട്ടിട്ടുണ്ട്. ഏത് കഥാപാത്രമാണ് പീക്ക പീക്ക എന്ന് പറയാൻ അറിയപ്പെടുന്നത്? പീക്ക പീക്ക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോക്കിമോനിലെ കഥാപാത്രം ഏതാണ്? ഈ പീക്ക പീക്കയിൽ തന്നെ ഉണ്ട്, ഇതിൻ്റെ പേരും ഏറെക്കുറെ അതിൽ തന്നെ ഉണ്ട്. പീക്ക പീക്ക എന്ന് എപ്പോഴും എങ്ങനെ പീക്ക പീക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പോക്കിമോനിലെ. പറഞ്ഞോ ടീച്ചറെ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. പോക്കിമോൻ കാണാറുണ്ടോ? ഇല്ല, കാണാറില്ല. അതിൻ്റെ ആൻസർ പീക്കാച്ചു ആണ് പീക്ക പീക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് സാറേ, അത് കിട്ടും നമുക്ക് എന്തായാലും. ഇതൊരു മലയാളം മൂവി റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. ഏത് മലയാളം മൂവിയിലാണ് നീരജ് മാധവ്, ഷെയ്ൻ നിഗം, ആന്റണി വർഗീസ് പെപ്പെ എന്നിവർ അഭിനയിച്ചിരിക്കുന്നത്? 3 പേര് ഒരുമിച്ച് അഭിനയിച്ച സിനിമ. 3 പേരും കൂടെ ഒരു വടക്കൻ സെൽഫിയാണോ? ഒരു വടക്കൻ സെൽഫി തെറ്റുത്തരം. വടക്കൻ സെൽഫി നീരജ് മാധവേ ഉള്ളൂ. ബാക്കി ഷെയ്ൻ നിഗവും ആന്റണി വർഗീസും കൂടെ അഭിനയിച്ച പടം RDX ആണ്. സാറേ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ട സിനിമയാണ്. ഓക്കെ, ബാബു ആന്റണി ഒക്കെയുള്ള ഫൈറ്റും ഒക്കെയുള്ള RDX ആയിരുന്നു ശരി ഉത്തരം. പക്ഷെ അതും പോയിരിക്കുകയാണ്. സോ ഞങ്ങളുടെ 3 റൗണ്ടുകളും ഇവിടെ അവസാനിക്കുന്നു. ഇനി സ്കോർ നില നമുക്കൊന്ന് നോക്കാം. ഞങ്ങളുടെ O ടീം സ്വന്തമാക്കിയിരിക്കുന്നത് 14 പോയിന്റ്സ് ആണ്. ഞങ്ങളുടെ Y ടീം 2ാമത്തെ റൗണ്ടിൽ ഒന്ന് മുന്നിട്ട് കയറി അവർ സ്വന്തമാക്കിയിരിക്കുന്നു 17 പോയിന്റ്സ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഗെയിം ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ വിന്നേഴ്സിനും റണ്ണേഴ്സപ്പിനുള്ള ഗിഫ്റ്റ്സുകൾ കൂടി. സാറേ ഇത് വേറെ ഒന്നുമില്ല, ഞങ്ങളൊരു ഫൺ ഫീൽഡ് ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമേ ഉള്ളൂ അല്ലേ. ഇവർക്ക് ഈ പറഞ്ഞ പോലെ പഴയ കാര്യങ്ങളൊന്നും അധികം അറിയത്തില്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാര്യങ്ങളും വലുതായിട്ട് അറിയില്ല. എന്നാൽ പോലും അറിവിൻ്റെ ഈ ഒരു വേദിയിൽ ഞങ്ങളിവിടെ 2 ടീമിനോടുള്ള മനസ്സറിഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. സോ ആദ്യം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു ടീം O. അപ്പോൾ ഇവർക്ക് ഞങ്ങളുടെ ഗിഫ്റ്റുകൾ കൊടുക്കാൻ പോവാണ്. സജ്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, കൂടാതെ ക്യാഷ് പ്രൈസ് ഉണ്ട്. കൂടാതെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മെമെന്റോസ് കൂടി ഞങ്ങൾ നൽകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി വിന്നേഴ്സ് ആയിട്ടുള്ള ടീമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ടീം Y. ഇവർക്ക് ലഭിക്കുന്നത് സജ്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, കൂടാതെ 3000 rupees ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ മെമെന്റോസും ഉണ്ട് ഇവർക്ക്. അപ്പോൾ കണ്ടില്ലേ, ഓരോ മേഖലകളിൽ നിന്നുള്ള ഒരുപാട് മുതിർന്ന ആൾക്കാരൊക്കെ നമ്മുടെ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ജനറേഷനിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല കാഴ്ചകളും ഒരുപാട് ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് RJ Media 360 presenting YXO, signing out. Gift sponsored by Chichi, The Gourmet House,